എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ഓപ്ഷൻ സി ആണ് ആൻസർ, മലബാർ. മലബാറാണ് ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. 3ാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് അരയ സമാജം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ്. 1915 ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് TK മാധവനാണ്. 1915 ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് TK മാധവനാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും TK മാധവനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് KK എളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് KK എളപ്പനാണ്. 1930 പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും KK എളപ്പനാണ്. 1930 പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും KK എളപ്പനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനും AK ഗോപാലനായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865 ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളായിരുന്നു. പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയ ദിവാൻ T മാധവറാവു ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. ഓപ്ഷൻ ബി ആണ് ആൻസർ, പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്നാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. 8ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. ഓപ്ഷൻ സി ആണ് ആൻസർ, 6 വർഷം. 6 വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. ഓപ്ഷൻ എ ആണ് ആൻസർ, പാരീസ്. പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 2028 ലോസ് ഏഞ്ചൽസിലാണ് നടക്കാൻ പോകുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ ബി ആണ് ആൻസർ, സോജൻ ജോസഫ്. സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1918 അഹമ്മദാബാദ് മിൽ സമരം നടന്നത്.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918 അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. അമൃത ഷേർഗിലിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം ലിറ്റൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. ഇതെല്ലാം നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. എല്ലാവർക്കും അതൊരു റിവിഷൻ ആയിരിക്കുമെന്ന് കരുതുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ദേശീയ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ദേശീയ പ്രക്ഷോഭം.